അല്ല ഇന്ന് ബസ് സ്ട്രൈക്കാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു നുണ കാച്ചിയില്ലായിരുന്നെങ്കിൽ സാറ് ഈ വണ്ടിയിൽ കയറുമായിരുന്നു. ഓഹോ, അപ്പൊ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ ആള്. വണ്ടി നിർത്താൻ. എന്താ സാറേ? ഇന്നാളൊരു ദിവസം കാര്യസായത്തിന് കള്ളക്കരച്ചിൽ, ഇപ്പതേ പച്ച നുണ. ഇനി കാര്യം ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും അതിക്രമം കാണിക്കാൻ പോണില്ലെന്ന് ആര് കണ്ടു? എന്റെ പൊന്നെ, എന്നെ വിട്ടേര്, ഞാൻ ഇറങ്ങിക്കോളാം. പ്ലീസ്, ഇനി ഞാൻ ഒരു വേഷം കെട്ടും എടുക്കില്ല. അടങ്ങി ഒതുങ്ങി മൂലക്കിരുന്നോളാം. പോരെ? ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല സാർ, നമുക്ക് പോവാം. കസ്റ്റംസിലാണ് ജോലിയെന്ന് യൂണിഫോം കണ്ടപ്പോൾ മനസ്സിലായി. പേര് രവീന്ദ്രനാഥൻ എന്നാണെന്ന് നെയിം ബോർഡിൽ നിന്നു. താങ്ക്സ്. ചുമ്മാ ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും എന്റെ പേരെന്ന് ചോദിച്ചൂടെ? മിസ് നിർമ്മല മേനോൻ, നിമ്മി എന്ന് വിളിക്കും. മറൈൻ എക്സ്പോർട്ടർ രാഘവ മേനോന്റെ ഒറ്റ സന്താനം. സെക്കൻഡ് ഇയർ BA പഠിക്കുന്നു. പപ്പൻ ചേട്ടനോട് ആരെങ്കിലും പറഞ്ഞോ പറയാൻ? ഇല്ല, നിങ്ങൾ ചോദിച്ചും പറഞ്ഞും വെറുതെ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതിയ. നിങ്ങൾ വയ്ക്കോ. നീ വയ്ക്കോ. എന്താ അത്ര വൈകിയത്? ഏയ്, ഒട്ടും വൈകിട്ടില്ല. പതിവ് സമയം ആകുന്നല്ലേ ഉള്ളൂ. ബീവിക്ക് വെറുതെ തോന്നിയതാ. പിന്നെയും തുടങ്ങി. എന്നെ എന്തിനാ ബീവിന്ന് വിളിക്കുന്നേ? എനിക്കേ ഒന്നാം തരം പേരുണ്ട്, പള്ളിയിലിട്ട പേര് മേരിക്കുട്ടിന്ന്. നിങ്ങൾ ക്രിസ്ത്യാനികളുടെയും മേരിക്കുട്ടിയും ഞങ്ങൾ മുസ്ലിങ്ങളുടെ മറിയ ബീവിയും ഒക്കെ ഒന്നാണ് എന്റെ കൊച്ചെ. നീ പോയി കഞ്ഞി വിളമ്പ്, എനിക്ക് വിശക്കുന്നു. എന്നാ പിടി. ഇനി എന്റെ കൈ വെച്ച് ചെലവായി എന്ന് പറയണ്ട. ബീഡിക്കുള്ള കാശ് പോലും ഞാൻ എടുത്തിട്ടില്ല.
മതി. എത്ര നാളെന്ന് കരുതിയ ഇങ്ങനെ പാത്തും പതുങ്ങിയും പാതിരാത്രിയിലെ ജോലി തിരിച്ചു വരുന്നവരെ എന്റെ മനസ്സിൽ തീയ. വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ ബേബി, നമുക്കും ജീവിക്കണ്ടേ? എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ. തന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണെന്ന്. എന്നല്ല ഞാൻ പറഞ്ഞത്. ആ ദേ, മൊയ്തുക്ക കൊണ്ടുവന്ന പത്രത്തില് 2 പരസ്യം ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ അപേക്ഷ അയക്കണം. ക്ലാർക്കിന്റെ ജോലിക്കാ. ചിലപ്പോഴൊക്കെ തോന്നും ഇത്രയും നാൾ ജോലിക്ക് അപേക്ഷിക്കാൻ ചിലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ഒരു മുറുക്കാങ്കടെങ്കിലും തുടങ്ങാമായിരുന്നു. അങ്ങനെ നിരാശപ്പെടല്ലേ, ഒക്കെ ശരിയാവും. ആ ഒരു പ്രതീക്ഷയല്ലേ ബേബി നമ്മുടെ ഈ ജീവിതം. ഇരിക്ക്, ആർക്കെന്ത് വേണേലും കഴിക്കാം. ആ, ഫോർ യു തംസ് അപ്പ്. യു കോഫി. One minute. Oh yes. ഹലോ. ഹലോ. എന്താ കഴിക്കുന്നത്? കണ്ടൂടെ? ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും എനിക്കെന്തെങ്കിലും വേണോന്ന് ചോദിച്ചൂടെ? ഏതായാലും വന്ന സ്ഥിതിക്ക് ഈ ചായ കുടിക്കാം. സോറി. എവിടെ പോയാലും വന്ന് മെക്കിട്ട് കയറിക്കണം. മനുഷ്യൻ സ്വയം എന്തെല്ലാം വല്ല വെറുതെ കൊടുത്തിട്ടുണ്ടോ? ഹലോ. ഹലോ. മധുക്ക് ഒരേട്ട് പിടിയോട്ടെ. എടാംസേ, നീ സംഗതി അറിഞ്ഞ? എന്താടാ? ചിരട്ടപ്പാലത്തിന് അവിടെ കപ്പൽ നോക്കില്ല പൊന്നപ്പൻ, കുന്നുംപുറത്തെ മാലിയായിട്ട് കൗസൂരെ നോക്കി ചിരിച്ചു മെണ്ടി. അതിലുണ്ട. എന്തുണ്ടെന്ന്? ഉണ്ടെന്നേ, ലവൻ പെശക്ക് പെശക്ക്. ആ നോട്ടവും ചിരിയും വർത്തമാനവും കണ്ടാലറിഞ്ഞൂടെ? കടയിൽ വന്നിരുന്ന് ഇബ്ലീസിന്റെ വർത്തമാനം പറഞ്ഞാണ്ടല്ല അടിച്ചു നിന്റെ ഒരു ദിവസം പരദൂഷണം പറയാൻ തിരുത്തുറാർക്ക്. മൊയ്തു. ഓ, ഹംസേ, അതിലെന്തോ ഉണ്ട്. ഒന്ന് ചുമ്മാ ഇടാ. വരട്ടെ. ഹംസേ, സത്യമായിട്ടും ഇതിലെന്തോ ഉണ്ട്. നീ ഇനിയും പോയില്ലടാ ചേട്ടാനെ. പിന്നെ നുണക്കഥകൾ പറയാൻ വേണ്ടി കുത്തിയിരിക്കുക. എന്റെ കൈയോട്ടാ നിന്റെ മയ്യത്ത്. എഴുതേട്ടാ ഇന്ന് ഹംസ, ഇന്ന് രാത്രി പണിയുണ്ട്. പാതിരാ കഴിയുമ്പോ മച്ചുവായി എടുത്ത് ഹാർബറിൽ ചെല്ലും. ആരാ ഇതൊക്കെ കാറിൽ വന്നത്? പാതിരാത്രിയിൽ നീ മച്ചുവായി മുട്ടിച്ചോണ്ട് സാധനങ്ങൾ കടത്താൻ പോണത് ആർക്ക് വേണ്ടിയാ? ആവോ, മൊയ്തൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു, ഞാൻ പോകുന്നു. ചെയ്ത ജോലിക്ക് കൂലി വാങ്ങുന്നു. മോനെ, ആ കാറിൽ വന്നവരുടെ വാപ്പാന്റെ ഏർപ്പാടാ ഇതൊക്കെ. അലക്സാണ്ടർ മുതലാളിന്ന് കേട്ടിട്ടില്ലേ? അയാളുടെ മക്കളായി 3 എണ്ണം. ഒന്നിനൊന്നും മെച്ചം. തന്ത അതിനേക്കാ ഫസ്റ്റ്. അലക്സാണ്ടർ മുതലാളി അങ്ങനെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? കേട്ടാ ആരും വിശ്വസിക്കൂല. അത്ര വലിയ നാട്ടുകുർബാനിയല്ലേ. പക്ഷെ കയ്യേരിപ്പ് ഇതാന്ന് ഞങ്ങൾ കുറച്ചു പേർക്കല്ലേ അറിയൂ. അതായി നാടിന്റെ ഒരു വിടക്ക് സ്വഭാവം. ആ ഓട്ട് അപ്പം തിന്നണ നമ്മളെന്തിനാ കുഴിയെണ്ണത്?
ഇതെന്താ സാറേ, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ. ഒന്നും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ആക്സിഡന്റിന്റെ ബന്ധമെങ്കിലും ഇല്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കണോ സേ? ഒരു ഹലോ പറഞ്ഞ് ഐശ്വര്യമായിട്ടും ചിരിച്ചിട്ട് പോകും. വല്ല നഷ്ടമൊന്നും പറയാനല്ലോ. കാമോ നമ്മെ പ്ലീസ്. ഇന്ന് ഭയങ്കര ഡിമാൻഡാണല്ലോ. എന്ത് വന്നാലും ശരി ഈ തിരുമുഖം കണ്ട് ഒരു പുഞ്ചിരിപ്പൂ പിടിച്ചു വാങ്ങിയിട്ടേ ഇന്ന് ഞാൻ വിടത്തുള്ളൂ. അങ്ങനെയുണ്ടോ? എന്താണ് എന്തിനാ കരയുന്നേ? അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വിളിച്ചൊന്നും സംസാരിച്ചൊന്നും ഇഷ്ടമായില്ലല്ലേ? ഐ എം സോറി. ഞാൻ പോരാ. കാണണമെന്ന് വിചാരിച്ച് കണ്ടതല്ല. കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഇവിടുത്തെ കുഞ്ഞാണെന്ന്. അതുകൂടെ അറിഞ്ഞപ്പം ഇവിടെ വന്ന് പറയാഞ്ഞിട്ട് മനസ്സിനാകപ്പാടെ വല്ലാത്തൊരു വിഭ്രാന്തി. നേരെ ഇങ്ങോട്ട് വന്നു. സത്യം സത്യമായിട്ടുള്ളത് അങ്ങോട്ട് പറഞ്ഞു. ഇപ്പോഴല്ലേ എന്റെ പൊന്നു സാറേ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നു. ഗോന്നങ്ങോട്ട് വെക്കോ? അല്ല സാറിന് ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രൈവറെ പപ്പൻചേട്ടനെ വിളിച്ചു ചോദിച്ചാൽ മതി. പപ്പൻചേട്ടനെ എല്ലാം അറിയാം. എടാ പപ്പ, അല്ല ഞാൻ പറഞ്ഞെന്ന് തന്നോട് പോകാനാ പറഞ്ഞേ. ഞാൻ ചുമ്മാ വന്ന. അങ്ങും തന്നെ വിളിച്ചോ? ഒരു ഡ്രൈവർക്കുള്ള സ്ഥാനമല്ല നിനക്ക് ഈ വീട്ടിൽ ഞാൻ തന്നിട്ടുള്ളത്. അല്ല, ആ നിന്നെ ഞാൻ തല്ലി ആദ്യമായിട്ട്. എന്തിനാണെന്ന് മനസ്സിലായോ? നിനക്കുമില്ലടാ മക്കള്. അവര് പ്രായമായി വരുമ്പോ വിശ്വസിച്ച് നോക്കാൻ ഏൽപ്പിക്കുന്നവര് എന്നെങ്കിലും നിന്നെ ചതിച്ചു എന്നറിയുമ്പോ അന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ എന്തിനാ നിന്നെ തല്ലിയതെന്ന്. ഉണ്ട ചോറിന് നന്ദി വേണ്ടത് പട്ടിക്ക് മാത്രമല്ലടാ, മനുഷ്യനും വേണം. പോയിന്റ് മുമ്പിൽ നിന്ന്